നമസ്കാരം. പി കെ മണിയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSCയുടെ ചോദ്യാവലിയിൽ ഒന്ന് തൊഴിലാളി കവി ആരെന്നാണ്. അതിനുത്തരം കെടാമംഗലം പപ്പുക്കുട്ടി എന്നാണ്. കാരണം ജനകീയ പക്ഷത്തു നിന്ന് കവിതകൾ രചിച്ച സാഹിത്യകാരനായിരുന്നു കെടാമംഗലം പപ്പുക്കുട്ടി. പറവൂരിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ആദ്യം അറസ്റ്റ് വരിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയും കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യകാലം നോക്കാം. 1909 മാർച്ച് 21 പഴയ കൊച്ചിയിലെ വൈപ്പിൻകരയിൽ അയ്യമ്പിള്ളി എന്ന ഗ്രാമത്തിൽ KU രാമൻ്റെയും ദാക്ഷായണി എന്നറിയപ്പെട്ടിരുന്ന VK താച്ചിയുടെയും ആദ്യ സന്താനമായി പപ്പുക്കുട്ടി ജനിച്ചു. ദേവകി, ജാനകി, കുമാരൻ, പത്മിനി, ലീല എന്നീ സഹോദരങ്ങൾ പപ്പുക്കുട്ടിക്ക് ഉണ്ടായി. ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലായിരുന്നു പപ്പുക്കുട്ടി പഠിച്ചിരുന്നത്. പപ്പുക്കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ പപ്പുക്കുട്ടിയുടെ കുടുംബം അമ്മയുടെ നാടായ കെടാമംഗലത്തേക്ക് പോന്നു. എങ്കിലും പപ്പുക്കുട്ടിയുടെ പഠനം സ്കൂളിൽ തന്നെ തുടർന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1929 തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നു. 1931 നിയമബിരുദം നേടി. തിരുവനന്തപുരത്തു നിന്നും സ്വന്തം നാടായ പറവൂരിലേക്ക് നിയമബിരുദ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി വർക്കലയിൽ പപ്പുക്കുട്ടി ഇറങ്ങി ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി മണ്ഡപം സന്ദർശിച്ചു. പറവൂരിലെത്തിയ അദ്ദേഹം പറവൂർ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു. ക്രിമിനൽ കേസുകളാണ് കൂടുതലായും കൈകാര്യം ചെയ്തിരുന്നത്. രാഷ്ട്രീയ ജീവിതത്തെ നോക്കാം. 1925 മാർച്ച് 18 പറവൂരിലെത്തിയ മഹാത്മാഗാന്ധി പിറ്റേന്ന് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു. അന്ന് വിദ്യാർത്ഥിയായിരുന്ന പപ്പുക്കുട്ടി ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നു. അന്നു മുതൽ ആരംഭിച്ച രാഷ്ട്രസ്നേഹം തിരുവനന്തപുരത്ത് നിയമപഠനത്തിനായി താമസമാക്കിയപ്പോൾ വർദ്ധിക്കുകയാണുണ്ടായത്. അക്കാലത്ത് സമുന്നത നേതാക്കളുടെ പ്രസംഗങ്ങൾ പപ്പുക്കുട്ടിയിലെ സ്വാതന്ത്ര്യ പോരാളിയെയും വിപ്ലവ സാഹിത്യകാരനെയും ഉണർത്തുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഹോസ്റ്റലിൽ ഉയർത്തിയ ദേശീയ പതാക മാറ്റുവാൻ വാർഡൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ നടത്തിയ സമരമായിരുന്നു പപ്പുക്കുട്ടിയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം. പിന്നീട് പറവൂരിലെത്തി അഭിഭാഷകനായി ജോലി നോക്കുന്നതിനിടയിൽ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലെല്ലാം പപ്പുക്കുട്ടി ഇടപെട്ടിരുന്നു. 1932 ജനുവരി 7 മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പറവൂരിൽ സംഘടിപ്പിച്ച വലിയ സമ്മേളനത്തിൽ പപ്പുക്കുട്ടി അത്യുജ്വലമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗം എല്ലാവരും ആകർഷിക്കപ്പെട്ടു. തുടർന്ന് നിരവധി യോഗങ്ങളിൽ, പ്രത്യേകിച്ച് തൊഴിലാളി യോഗങ്ങളിൽ പപ്പുക്കുട്ടി സ്ഥിരം പ്രാസംഗികനായിരുന്നു. ജാഥകളിലും പ്രക്ഷോഭങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 1938 സെപ്റ്റംബർ 18 അദ്ദേഹത്തെ വക്കീൽ ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആദ്യം പെരുമ്പാവൂർ ജയിലിലേക്ക് കൊണ്ടുപോയപ്പെട്ട അദ്ദേഹത്തെയും കൂട്ടരെയും 2.5 വർഷത്തെ തടവിനും 1500 രൂപ പിഴ അടയ്ക്കുന്നതിനും വിധിച്ച് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സന്നദ്ധ റദ്ദ് ചെയ്തിരുന്നു. അതിനാൽ ഉപജീവനത്തിന് വേണ്ടി കുറച്ചു കാലം ചെമ്മീൻ കെട്ട് നടത്തി. വീണ്ടും സന്നദ്ധ വീണ്ടെടുത്ത് അദ്ദേഹം വക്കീൽ ജോലി പുനരാരംഭിച്ചു. രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായിരുന്ന പപ്പുക്കുട്ടി 1943 മെയ് 9 പറവൂർ മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ രംഗത്തുണ്ടായ ധ്രുവീകരണത്തിൽ പട്ടിണിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിലകൊണ്ട പപ്പുക്കുട്ടി പിന്നീട് ഇടതുപക്ഷ വഴി സ്വീകരിക്കുകയാണുണ്ടായത്. 1952 നവംബറിൽ നടന്ന പറവൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വീണ്ടും ജയിച്ചു. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജിതനായ പപ്പുക്കുട്ടി രാഷ്ട്രീയ ജീവിതം സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയായിരുന്നു. കുടുംബപരമായ കാര്യങ്ങളെ നോക്കാം.
പപ്പുകുട്ടിയുടെ ഏക സഹോദരനായിരുന്ന കുമാരൻ മിലിറ്ററി സർവീസിലായിരിക്കെ മരണപ്പെട്ടു. ദേവകി, ജാനകി, പത്മിനി എന്നീ 3 സഹോദരിമാരും വിവാഹിതരായി. അവരുടെ വിവാഹത്തിനൊക്കെ നേതൃത്വം കൊടുത്തതും മുന്നിട്ടിറങ്ങിയതും പപ്പുകുട്ടിയായിരുന്നു. ഇളയ സഹോദരിയായ ലീല അധ്യാപിക ജോലി നോക്കുന്നതിനിടെ ക്രിസ്തുമതം സ്വീകരിച്ച് സിസ്റ്റർ തെയോഡർ എന്ന പേരിൽ സന്യാസിനിയായി, കത്തോലിക്ക സന്യാസിനിയായി. കൊച്ചിയിലെ പ്രശസ്ത വൈദ്യനായിരുന്ന KO രാമൻ്റെ മകൾ സുമംഗലിയെയാണ് പപ്പുകുട്ടി വിവാഹം ചെയ്തത്. 1947 ഫെബ്രുവരി 2-നായിരുന്നു അവരുടെ വിവാഹം. പപ്പുകുട്ടി സുമംഗലി ദമ്പതികൾക്ക് സുധ, സന്തോഷ്, സുമ എന്നീ 3 മക്കളുണ്ടായി. സന്തോഷ് ചാലക്കുടിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം കെടാമംഗലം എന്ന പേര് നൽകിയിട്ടുള്ള വീട്ടിൽ താമസിച്ചു വരികയാണ്. സാഹിത്യ ജീവിതത്തിലേക്ക് നോക്കാം. പപ്പുകുട്ടി ഔദ്യോഗികമായി വക്കീലും സാമൂഹ്യമായി സ്വാതന്ത്ര്യസമര പോരാളിയും രാഷ്ട്രീയക്കാരനുമായിരുന്നെങ്കിലും അദ്ദേഹം അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും കവിയായിട്ടാണ്. കേരളത്തിലെ വിപ്ലവ കവിതകൾക്ക് അടിസ്ഥാനമിട്ടത് കെടാമംഗലം പപ്പുകുട്ടിയായിരുന്നു. പപ്പുകുട്ടി എന്ന പേരിനേക്കാൾ കെടാമംഗലം എന്നാണ് അദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. 1929 സെപ്റ്റംബർ 2-ന് തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരിക്കുന്ന ദക്ഷിണഭാരതി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ദിവ്യസ്വപ്നം എന്ന കവിതയാണ് ആദ്യം അച്ചടിച്ചു വന്ന കവിത. പിന്നീട് പല ആനുകാലികങ്ങളും അദ്ദേഹം കവിത എഴുതുമായിരുന്നു. അദ്ദേഹം കവി മാത്രമായിരുന്നില്ല, കഥാകൃത്തും നോവലിസ്റ്റും നാടകകൃത്തും ഒക്കെയായിരുന്നു. ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. 1 ഡസനിലേറെ സ്റ്റേജ് നാടകങ്ങളും നിരവധി റേഡിയോ നാടകങ്ങളും ഏകാംഗ നാടകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചില നാടകങ്ങളിൽ അദ്ദേഹം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന തൊഴിലാളി എന്ന പത്രം അന്നത്തെ കാലത്ത് ഏറെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പത്രമായിരുന്നു. അതിലെ സ്ഥിരം എഴുത്തുകാരനായിരുന്നു കെടാമംഗലം. തൊഴിലാളി പക്ഷത്ത് നിന്ന് കവിയായിരുന്ന കെടാമംഗലത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ആശ്വാസനിശ്വാസം 1934 പ്രസിദ്ധീകരിച്ചത്. അത് പ്രസിദ്ധീകരിച്ചത് ആലപ്പുഴ ട്രേഡ് യൂണിയൻ പ്രവർത്തകരായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഒരു ട്രേഡ് യൂണിയൻ ആദ്യമായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കെടാമംഗലത്തിൻ്റേതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുക. സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരൻ എന്ന പ്രസിദ്ധീകരണത്തിലും കെടാമംഗലം സ്ഥിര എഴുത്തുകാരനായിരുന്നു. 1945 പ്രസിദ്ധീകരിച്ച കടത്തുവഞ്ചി എന്ന കാവ്യസമാഹാരവും അതിന് കേസരി ബാലകൃഷ്ണപിള്ള എഴുതിയ അവതാരികയിൽ പപ്പുകുട്ടിയെ മഹാകവി എന്നും കേരളത്തിൻ്റെ മയക്കോവിസ്കി എന്നും വിശേഷിപ്പിച്ചതും അന്നത്തെ കാലത്ത് സാഹിത്യ ലോകത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. അവസാന കാലത്തെ നോക്കാം. 1974 ഓഗസ്റ്റ് 30-ന് തിരുവോണത്തിൻ്റെ അന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഓണസദ്യ കഴിച്ച കെടാമംഗലത്തിന് രാത്രിയായപ്പോൾ കലശലായ പനിയുണ്ടായി. 3 ദിവസം വീട്ടിൽ ചികിത്സിച്ചിട്ടും ഫലമില്ലാതായപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ലിവറിനും കിഡ്നിക്കും രോഗബാധ ഉണ്ടായിരുന്നു. പിന്നീട് രോഗം കൂടുകയും ചികിത്സ കൊണ്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കെടാമംഗലത്തെ സെപ്റ്റംബർ 20-ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. 1974 സെപ്റ്റംബർ 24 വൈകിട്ട് 4 മണിക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാവ്യസമാഹാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. പൂവിതളും കാരമുള്ളും, അതിലാളനം, ആശ്വാസനിശ്വാസം, കടത്തുവഞ്ചി, ഞങ്ങൾ ചോദിക്കും, അവൾ പറന്നു, മന്ത്രിയുടെ മകൾ, ആമയും പെൺസിംഗവും. ഇതൊക്കെയാണ് കവിതാ സമാഹാരങ്ങൾ. കഥാസമാഹാരങ്ങൾ എന്ന് പറയുന്നത് വയലും ഹൃദയവും ആണ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം. നോവൽ എന്ന് പറയുന്നത് വെള്ളിക്കുന്തം എന്ന നോവലാണ്. ജീവചരിത്രം 2 എണ്ണമുണ്ട്. ഞാൻ കണ്ട കേസരി എന്ന പുസ്തകവും കവികളുടെ കേസരി എന്ന പുസ്തകവും. മരണാനന്തര കാര്യങ്ങളെ നോക്കാം. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ അദ്ദേഹത്തെ തൊഴിലാളി കവിയായി പ്രഖ്യാപിച്ച് സ്വർണ്ണമുദ്ര നൽകി ആദരിച്ചു. കവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിലേറ്റി നിലകൊള്ളുന്ന കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയും
വായനശാലയും മാതൃകാപരമായ ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏറ്റവും നല്ല ലൈബ്രറി എന്ന നിലയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ലൈബ്രറിയാണ് പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി. കെടാമംഗലം പപ്പുകുട്ടി കവിതയിലെ വിപ്ലവജ്വാല എന്ന പേരിൽ പൂയപ്പള്ളി തങ്കപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതി കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വടക്കൻ പറവൂർ മുനിസിപ്പാലിറ്റിയുടെ 25-ാം നമ്പർ വാർഡിൻ്റെ പേര് തന്നെ കെടാമംഗലം പപ്പുകുട്ടി എന്നാണ്. സാഹിത്യ ലോകത്തും രാഷ്ട്രീയ ലോകത്തും ജനമധ്യത്തിൽ നിന്നിരുന്ന ഈ കവിയെ പലതുകൊണ്ടും കേരള സമൂഹം വിസ്മരിച്ചു എന്നതാണ് വലിയ ദുഃഖം. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നന്മകൾ പുറത്തു കൊണ്ടുവരാനും ആ നന്മകളുടെ പക്ഷം ചേർന്ന് പുതുതലമുറയ്ക്ക് സഞ്ചരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.